ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നോമ്പിന്റെ 35-ാം ദിവസമായ ഇന്ന് അല്പസമയത്തിനായി ചിന്തിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം പൂജ്യമാക്കുന്നവർ. സ്വയം പൂജ്യമായവരും മറ്റുള്ളവരുടെ വില സമൂഹത്തിൽ പൂജ്യമാക്കുന്നവരുടെയും എണ്ണം ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ ബലഹീനതയാണ് കുറ്റം പറഞ്ഞ് മറ്റുള്ളവരെ ചെറുതാക്കി കാണിക്കുക. എന്നാൽ എല്ലാ മനുഷ്യരിലും കുറവുകളുണ്ട്. സ്വന്തം കണ്ണിലെ കോൽ കാണാതെ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് കാണാനാണ് താല്പര്യം. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം പിറുപിറുത്തു, യഹോവയ്ക്ക് അനിഷ്ടമായി പിറുപിറുത്തു. ദേശം ഉറ്റുനോക്കാൻ മോശെ അയച്ചവൻ മടങ്ങി വന്നു. ആ ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞു. 12 പേരിൽ 10 പേരും ദേശത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞില്ല. 10 പേരും ജനത്തെ നിരാശരാക്കി. അവർ കേട്ടപാടെ ദൈവത്തോട് മത്സരിക്കാനും പിറുപിറുക്കാനും തുടങ്ങി. മോശയ്ക്കും അഹരോനും എതിരെ ജനത്തെ ഇളക്കി വിടുക എന്നുള്ള ഒരു ദുർദ്ദേശം അവരുടെ ദുർവർത്തമാനത്തിന് പിന്നിലുണ്ടായിരുന്നു. ഏതെങ്കിലും കാരണവശാൽ ഒരാൾക്ക് മറ്റൊരാളോട് വിരോധം തോന്നിയാൽ അവരുടെ സ്വഭാവത്തെ തേജോപജാതം ചെയ്യാൻ ശ്രമിക്കുന്നു. നേരിട്ട് എതിർത്ത് പരാജയപ്പെടുത്താൻ കഴിയാത്ത അവസരത്തിൽ സ്വഭാവ ഹത്യ ചെയ്യാൻ മടിക്കുന്നില്ല. അതുവഴി വ്യക്തികളുടെ മാന്യതയും സൽപ്പേരും നഷ്ടപ്പെടുന്നു. ദുർവർത്തമാനം പറഞ്ഞവരും അത് കേട്ട് വിശ്വസിച്ചവരും ദൈവത്താൽ നശിക്കപ്പെടുന്നു. ബൈബിൾ നേതൃത്വത്തിന് വേണ്ടി പോരാടിയ ആദ്യ വനിതയാണ് മിരിയ. നേതൃത്വത്തിനു വേണ്ടി അവൾ വിമർശനം അയച്ചു വിട്ടു. എന്നാൽ മിരിയാമിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റി തോക്കേണ്ടി വന്നു. നേതൃത്വ വടം വലി ഇസ്രായേൽ ജനത്തിന്റെ യാത്ര തടസ്സപ്പെടുത്തി. മോശ നേതാവായി മാറി. ഭൂതലത്തിലെ സകല മനുഷ്യരിൽ നിന്നും മോശ സൗമ്യനായിരുന്നു. മനുഷ്യൻ നമ്മെ സീറോ ആക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവം നമ്മെ ഹീറോ ആക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. ദൈവം മോശയും അഹരോനെയും മിരിയാമിനെയും സമാഗമന കൂടാരത്തിലേക്ക് വിളിച്ചു. നിങ്ങൾ എന്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിക്കാൻ ശങ്കിക്കാത്തതെന്ത്? ഈ നേതാവിനെയാണ് മിരിയാം സീറോ ആക്കാൻ ശ്രമിച്ചത്. യഹോവയുടെ കോപം അവളുടെ മേൽ ജ്വലിച്ചു. മിരിയാം ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിയായി. യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തീരുമാനിച്ച യൂദ അതിനായി അവസരം നോക്കി യേശുവിന്റെ പിന്നാലെ നടന്നു. നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് യേശു പറഞ്ഞപ്പോൾ ഒന്നും അറിയാത്തവനായി ഞാനോ റബ്ബി എന്ന് ഭംഗിയായി അഭിനയിച്ചു. യോഹന്നാൻ 6:70 ഇപ്രകാരം പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ ഒരു പിശാചാകുന്നു. മുന്നറിയിപ്പുകളെ അവഗണിച്ച് ദൈവശബ്ദത്തിന് മുഖം തിരിച്ച് അവർ മാനസാന്തരപ്പെട്ടില്ല. കർത്താവിനെ ഒറ്റുകൊടുത്തു, പിന്നെ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു. തന്റെ ഗുരുവിനെ ചതിക്കാൻ പ്രേരിപ്പിച്ചത് ധനമോഹമായിരുന്നു. കുറ്റം മാത്രം പറയുന്നവരുടെ സാന്നിധ്യമോ സാമീപ്യമോ സൗഹൃദമോ ആർക്കും വേണ്ട. സ്നാനപ്പെട്ടിട്ടും ശരീരത്തിൽ സ്നാനപ്പെടാത്ത നാവ് നമുക്കുണ്ട്. എങ്കിൽ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ ശിഷ്യന്മാർ എന്ന് ലോകം പറയും. ഈ നോയമ്പ് കാലത്ത് അപരന് നന്മ ചെയ്ത് കടന്നു പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.